അല്ലേ ഞങ്ങളോട് കുറെ ദിവസമായി ചോദിക്കാൻ 2-3 ദിവസമായി നിങ്ങളോട് വന്നിട്ട് നാട്ടിൽ നിന്ന് ഇപ്പൊ ഒരു നറുക്കെടുപ്പ് ഉണ്ടായില്ലേ കുഞ്ഞാന്റെ അതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താ പറയാ? അതാണല്ലേ അങ്ങനെ പറയണമെന്നാണ് ഉള്ളത്. പക്ഷേ സംഗതി ഞാൻ പറയാം. പക്ഷെ കൊറേ സമയം പോയിട്ട് നെറുക്കിന്റെ കൈ ഇങ്ങനെ ഇട്ട് തപ്പണണ്ടിനി. അത് എടുക്കണ്ടേ? ഒരാളെ ഉദ്ദേശിച്ചതിന്റെ ഇങ്ങനെ നെറുക്കെടുക്കല് അല്ല, അവരൊരാളെ ഉദ്ദേശിച്ചിട്ടില്ലേ, അത് കിട്ടണ്ടേ? അവര് ഉദ്ദേശിച്ച ആളെ കിട്ടാം. പക്ഷെ എന്ത് തന്നെ ആയാലും നമ്മള് എന്താണ് ഈ യൂട്യൂബും ഇതൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോ സത്യസന്ധതയോട് കൂടിയിട്ട് മാത്രം എല്ലാ കാര്യങ്ങളും നടത്താം. അതല്ല അങ്ങനെയൊന്നൊരു പറയാനൊന്നും ഞാൻ പറയില്ല. പക്ഷെ ചെയ്തത് അങ്ങേയറ്റം വളരെ മോശമാണ്. ഇന്ത്യ 1000 പോയിക്കണു. 1000 പോയോ? അപ്പൊ പിന്നെ ഇടങ്ങറുണ്ടാവൂലേ? ഇടങ്ങറുണ്ടാവും. പക്ഷെ അങ്ങനെയല്ലേ കാണിക്കുമ്പോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ഉപ്പാന്റെ ചങ്ങായിന്റെ മോനിക്ക് കിട്ടിക്കണ്, ഉമ്മാമാന്റെ വല്യമ്മാന്റെ അവരെ വീട്ടിൽ 100 നിറക്കല് അങ്ങനെ സാധാ ഇത് ബുദ്ധിമുട്ട് അങ്ങനെ ഉണ്ട്. ഇപ്പൊ ഞാൻ പറയട്ടെ, യൂട്യൂബിൽ നടക്കുന്നത് പ്രസവം വരെ പച്ച കള്ളത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അതാരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ? ഇല്ല. ആദം നബി ഹവ്വ നബി കാലത്ത് തൊട്ടിട്ട് പ്രസവമൊക്കെ ഉണ്ട്. ഇപ്പൊ ഇന്നലെയാണ് ഈ പ്രസവവേദനയൊക്കെ വന്നിക്കണേ. ഇത് എന്തിനാ യൂട്യൂബിൽ ഒരാളെ കല്യാണം കഴിച്ച അന്തസ്സിൽ ജോലി ചെയ്തിട്ട് ആ ഭാര്യനും മക്കൾക്ക് പോറ്റാനുള്ള കഴിവുണ്ടായിക്കണോ? അതല്ലാതെ ആണ് പണിക്ക് പോണോ? നല്ല കാറ് ഞാൻ ചോദിക്കട്ടെ, ചില യൂട്യൂബറെ കണ്ണെങ്ങനെയാണെന്നറിയോ? തിന്നാ പിടിക്കാ ഉറങ്ങാ അവിടെ പോയിട്ട് അഡ്മിറ്റ് ആകാം, ഇവിടെ പോയിട്ട് നിൽക്കുക, എന്നിട്ട് ഇങ്ങനെ നല്ല റായിട്ടൊരു ഭക്ഷണം വാങ്ങിക്കുക. എന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഞാൻ അതിനെതിരാണ്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ജെസ്സിക്ക് എത്ര തന്നേ? അല്ല, അത് അംസപ്പാക്കാനെ പിടിച്ചാക്കിയായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ഞാൻ അംസപ്പാക്കാനോട് ചോദിച്ചത് ഞാൻ ആ ബന്ധത്തിലില്ല, അതിന് ആ ബന്ധത്തിലില്ല.